ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വഷളാകുന്ന ഇന്ത്യ അമേരിക്ക ബന്ധവും പുതിയതായി നാം വിടുന്ന ശാക്തിക ചേരിയും, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ ജിജി കെ ഫിലിപ്പ്. അദ്ദേഹം ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും ഒപ്പം തന്നെ അറിയപ്പെടുന്ന പ്രഭാഷകനും എഴുത്തുകാരനുമാണ്. സ്വാഗതം സാർ. സാർ, ലോക ശാക്തിക ചേരികളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയ ശീതസമരങ്ങളൊക്കെ ഉണ്ടായ സന്ദർഭങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ശേഷം റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം ലോകക്രമത്തിലാകെ ഒരു മാറ്റം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ദിശാസൂചിക വളരെ കുറച്ച് കാലങ്ങളായി ട്രംപിൻ്റെ അധികാരത്തിന് ശേഷം കാണുന്നുണ്ട്. അമേരിക്ക ട്രംപിൻ്റെ നേതൃത്വത്തിൽ ലോക പോലീസ് പദവിയിൽ നിന്നും ഇല്ലാതാവുന്ന ഒരു അല്ലെങ്കിൽ ഒരു ശൂന്യതയിലേക്ക് പോകുന്ന ഒരു ചരിത്ര ദുരന്തത്തിലേക്കാണോ പോകുന്നത്? സാറേ, ഇപ്പോൾ അമേരിക്കയിലെ മുഴുവൻ ജനങ്ങളും ആശങ്കയോടുകൂടി പങ്കുവയ്ക്കുന്നൊരു ചോദ്യമാണ് സാർ ഇപ്പോൾ എന്നോട് ചോദിച്ചത്. അമേരിക്കയുടെ ഒരു മുദ്രാവാക്യം സാർ ശ്രദ്ധിച്ചു കാണും ട്രംപിൻ്റെ ഇലക്ഷൻ സമയത്ത്. ആ മുദ്രാവാക്യത്തിൽ അമേരിക്കയുടെ വർത്തമാനകാല സംഭവങ്ങളിൽ അവരുടെ ആശങ്കയുണ്ട്. വി മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എഗെയിൻ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് തന്നെ പണ്ട് ഗ്രേറ്റ് ആയിരുന്നു, ഇടയ്ക്ക് ഇത് എവിടെയോ കൈമോശം വന്നു എന്നുള്ളതാണ് ആ ഒരു മോട്ടോയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു മുദ്രാവാക്യത്തിൽ നിന്ന് ലോകം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ സന്ദേഹം വളരെ കൃത്യമാണ്. ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. അയാളൊരു ഡിപ്ലോമാറ്റ് ഒന്നുമല്ല, ഒരു ഗ്രേറ്റ് റൂളറുമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി രാജ്യത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും തോന്നും കടുത്ത രാജ്യസ്നേഹിയാണ് അദ്ദേഹം, രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നിലപാടെടുക്കുന്നത്. അങ്ങനല്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരു നോബൽ പ്രൈസാണ് സമാധാനത്തിനുള്ള. അതിന് വിഘാതമായി നിൽക്കുന്ന അമേരിക്കയിൽ ഒരാൾക്ക് 2 തവണത്തെ കൂടുതൽ പ്രസിഡന്റ് ആകാൻ കഴിയില്ല അവിടുത്തെ ഭരണഘടന വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇനിയൊരു അംഗത്തിന് അദ്ദേഹത്തിന് ബാല്യമില്ല. ഇനി ജീവിതത്തിൽ എന്തെങ്കിലും മോഹങ്ങൾ സാക്ഷാത്കരിക്കേണ്ടതുണ്ടെങ്കിൽ ഒരു നോബൽ പ്രൈസ് കൂടി സമാധാനത്തിനുള്ള സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ തൻ്റെ ഫ്രണ്ട് അതിന് സഹായിച്ചില്ലെങ്കിൽ അത്തരക്കാരൊന്നും ഫ്രണ്ടല്ല, അവർ എനിമിയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് ഈ ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് ഞാൻ സാറിനോട് ചോദിച്ചോട്ടെ, സാധാരണക്കാരൻ്റെ ഒരു പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആവുക, അത് 2 വട്ടം ആവുക, അതിനേക്കാൾ ഒത്തിരി വലുതാണ് ഒരു സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് എന്ന് സാധാരണക്കാരൻ ചിന്തിക്കുമോ? അത് സാധാരണക്കാരൻ്റെ ചിന്ത മാത്രമല്ല സാറേ. സ്വാഭാവികമായിട്ടൊരു അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റാണ്. നോബൽ പ്രൈസ് കിട്ടുന്ന ലോകത്തിൽ ഒരാൾക്കാണ് ഒരേ സമയം. അപ്പോൾ ലോകത്തിലെല്ലാം സ്വീകാര്യനായ ഒരാൾ മാറുന്നു എന്നുള്ളതാണ്. അമേരിക്ക ഒരു കലക്കവളത്തിൽ മീൻ പിടിക്കുന്ന പോളിസി പണ്ട് ബ്രിട്ടൻ എടുത്ത പോളിസി ഇപ്പോൾ കഴിഞ്ഞ 200 വർഷമായി ലോകത്ത് തന്ത്രപരമായി നടപ്പിലാക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അപ്പം ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ, ഈ ഒരു നോബൽ പ്രൈസും സമാധാനത്തിനുള്ളത് കിട്ടാത്ത എത്രയോ അമേരിക്കൻ പ്രസിഡന്റുമാർ വളരെ പൂജ്യരായി ജീവിക്കുന്നു ഇപ്പോഴും ജനമനസ്സുകളിൽ. അത് തികച്ചും വ്യക്തിപരമാണ് സാർ. ഇയാളുടെ ഒരു മോഹം ഇതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നു. അല്ല, അത് എത്രയോ ബാലിശമാണ്. അല്ല, ട്രംപ് എന്ന് പറയുന്ന ഒരാള്, അയാളിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അമേരിക്കയുടെ പൈതൃകവും ചരിത്രവും അതിൻ്റെ മഹത്വവും പരിഗണിക്കുമ്പോൾ ട്രംപിനെ പോലുള്ള ഒരാൾ ഒരിക്കലും അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു പ്രസിഡന്റ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് അയാളുടെ കുറവും. അപ്പോൾ ഇന്ത്യയോടുള്ള തീരുവ യുദ്ധം ഒരുപക്ഷെ ഒരു അമേരിക്കൻ പ്രസിഡന്റും ചെയ്യാത്ത ഒന്ന്, അത് നമ്മൾക്ക് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ആ ചോദ്യം ശരിയാണ് സാർ. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാലത്ത് ഈ ചേരിചേരാ നയത്തിൻ്റെ ഒരു കാലയളവ് ഒഴികെ, ചേരിചേരാ നയം ഉള്ള സമയത്ത് പോലും നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വിശ്വസ്ത വിധേയനായി നിലപാടെടുത്തിരുന്നില്ല. ഇപ്പോൾ അമേരിക്കയുമായി ബന്ധമുള്ളപ്പോൾ പോലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും അതിനു മുമ്പ് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ രാജ്യത്തെ പട്ടിണി മാറ്റുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ നൽകിയിരുന്നത് സോവിയറ്റ് യൂണിയനായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള 65 യുദ്ധത്തിൻ്റെ സമയത്ത് പോലും അമേരിക്ക പാകിസ്ഥാൻ്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ഇന്ത്യ ആക്രമിക്കാൻ വരുന്ന സമയത്ത് നമ്മളെ സംരക്ഷിച്ചത് സോവിയറ്റ് യൂണിയനാണ്. ഒരു കാലത്ത് നമുക്ക് അമേരിക്കയിൽ നിന്ന് ഒത്തിരി ഗോതമ്പ് കയറി വന്നിരുന്നു സാർ, ഓർക്കുന്നുണ്ട്. അത് ഒത്തിരി സാമൂഹ്യ സംഘടനകൾ മുഖേന, മതസംഘടനകൾ മുഖേനയൊക്കെ നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ ഒത്തിരി ഉപകരിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നു സാർ. ഈ പറഞ്ഞ ചോദ്യം ഈ തിരുവയുടെ ഒരു പ്രശ്നമാണല്ലോ സാർ ഏറ്റവും ചോദിച്ചു. ഞാൻ അതിലേക്ക് വരാം. അതിൻ്റെ ഒരു പ്രധാന വിഷയം ഇന്ത്യയെ സംബന്ധിച്ചത് ബാധിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ അമേരിക്കയുടെ ചേരിയിൽ നിന്ന് ഏകദേശം നമ്മൾ മാറി.
നമ്മൾ മറ്റു പലരെയും നമ്മുടെ കൂടെ നിന്ന മറ്റു പലരെയും പിണക്കിയിട്ടാണ്, ഈജിപ്റ്റ് അടക്കമുള്ള പല രാജ്യങ്ങളെയും പിണക്കിയിട്ടാണ്, പല അറേബ്യൻ രാജ്യങ്ങളെ പിണക്കിയിട്ടാണ് നമ്മൾ അമേരിക്കയോട് ചങ്ങാത്തം കൂടുന്നത്. പക്ഷെ ഇപ്പോൾ ആ പക്ഷത്ത് നിന്ന് നമ്മൾ മാറി. അത് രണ്ട് തരത്തിലാണ് പുതിയ ബന്ധവും പുതിയ ലോകവും പുതിയ സൗഹൃദവും നമ്മളെ ബാധിക്കുന്നത്. ഇപ്പൊ അമേരിക്ക നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ ഇറക്കുമതി ചെയ്യുന്ന, ഇന്ത്യ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ആദ്യമേ 25%, രണ്ടാമത് 25 കൂടി 50% തീരുവയാണ്. സത്യത്തിൽ 50% അല്ല, 60%, 65% വരുന്നത് നിലവിലുള്ളതിനേക്കാൾ അഡീഷണൽ ആയിട്ടാണ് വരുന്നത്. സാറേ, ഞാനിത് മനസ്സിലാക്കുന്നത് അമേരിക്കൻ മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്ന് അമേരിക്കയാണ്. അമേരിക്കയിലേക്കാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ മാത്രമല്ല, ടെക്സ്റ്റൈല്, ആഭരണങ്ങൾ, തുകൽ ചെരുപ്പുകൾ, ഫർണിച്ചർ, കെമിക്കൽ, ലോഹം, അതുപോലെ സ്പൈസസ്, തേയില, ബസുമതി അരി, ഇങ്ങനെയുള്ള വിവിധങ്ങളായ സാധനങ്ങൾ നമ്മൾ അമേരിക്കയിലേക്ക് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനത്തിന് ഇനി മുതൽ 165 രൂപ കൊടുക്കേണ്ടി വരും അമേരിക്കയിലെ കസ്റ്റമേഴ്സ് കൊടുക്കേണ്ടി വരും. അതന്നെ അവർ തയ്യാറാവില്ല. അതിനൊരു പ്രധാന വിഷയം നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാറ്, നമുക്ക് അപ്പൊ സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പിന്നോട്ട് ഇടും. ഇപ്പോൾ സാറ് പറഞ്ഞ ടെക്സ്റ്റൈലിൽ അമേരിക്കൻ മാർക്കറ്റിൽ നമ്മളോട് മത്സരിക്കുന്ന ബംഗ്ലാദേശും ശ്രീലങ്കയുമാണ്. അവർക്ക് 15% ടാക്സ് ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും ആ ടാക്സിൽ നമുക്ക് കിട്ടിയിരുന്ന ബിസിനസ് ആ രാജ്യങ്ങളിലേക്ക് പോകും, നമ്മുടെ ഉൽപ്പന്നങ്ങൾ പിന്തള്ളപ്പെടുമെന്നുള്ള സംഗതിയുണ്ട്. ഈ ബംഗ്ലാദേശ്, പാകിസ്ഥാനൊക്കെ ടെക്സ്റ്റൈലിൽ വളരെ ബംഗ്ലാദേശും ശ്രീലങ്കയും സാർ, അതിനകത്തൊരു ബിസിനസ്, ഈ അമേരിക്കൻ മാർക്കറ്റ് നമുക്ക് നഷ്ടപ്പെട്ടാൽ 60,000 കോടി രൂപയുടെ നഷ്ടം ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടാവും. ഒരു ഉദാഹരണം, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ മാത്രം 396 കോടി രൂപയുടെ നഷ്ടം ഒരു വർഷം അവർക്ക് നഷ്ടപ്പെടുന്ന ബിസിനസ്സുമായിട്ട് ഒരു സംസ്ഥാനത്തിന് മാത്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വരുന്ന സംസ്ഥാനം ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആയ മഹാരാഷ്ട്രയായിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രധാന വിഷയമാണ്. ഒന്ന്, നമ്മൾ ചെമ്മീൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ചെമ്മീൻ കയറ്റുമതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെമ്മീൻ കയറ്റുമതി ചെയ്യുന്ന പല രാജ്യങ്ങളിലേക്കാണ്. അതിൻ്റെ 40% നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് ഏതാണ്ട് $32.2 ബില്യൺ ഡോളറാണ്. മില്യൺ അല്ല, ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് നമ്മൾ ഒരു വർഷം നടത്തുന്നത്. അതിൻ്റെ 40% നമ്മൾ അമേരിക്കയിലേക്കാണ് നടത്തുന്നത്. ടെക്സ്റ്റൈലിന്റെ ഏകദേശം 36% നമ്മൾ അമേരിക്കയിലേക്കാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ അമേരിക്കയോട് ഒരു വർഷം അമേരിക്ക നമുക്ക് തരുന്നത്, ഇവിടുന്ന് മേടിക്കുന്ന സാധനങ്ങളുടെ ഇനത്തിൽ അമേരിക്ക നമുക്ക് തരുന്നത് $200 ബില്യൺ ആണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് $60 ബില്യൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള കച്ചവടത്തിൽ നമുക്ക് $140 ബില്യൺ ലാഭമാണ്. ഇപ്പോൾ ഒരു രാജ്യം, വ്യക്തിപരമായിട്ട് സാറോ ഞാനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒരു രാജ്യമോ കൂടുതൽ വിൽക്കുകയും കുറച്ച് വാങ്ങുകയും ചെയ്യുമ്പോഴാണ് അവിടെ അവരുടെ ഇക്കോണമി സ്റ്റേബിൾ ആകുന്നത്, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ ലോസിലായിരിക്കും. ഇപ്പൊ നമ്മൾ കൂടുതൽ വാങ്ങാൻ വേണ്ടി വിനിയോഗിക്കുമ്പോൾ, നമ്മൾ കുറച്ച് വിൽക്കുകയും ചെയ്യുമ്പോൾ, കൂടുതൽ വാങ്ങുകയും ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കടമെടുക്കേണ്ടി വരും. ആ കടമെടുക്കുമ്പോൾ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച്, ഒരു രാജ്യത്തെ സംബന്ധിച്ച് അസ്ഥിരപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയുമായിട്ടുള്ള കച്ചവടം ഏറ്റവും ലാഭകരമായ കച്ചവടമായിരുന്നു. ഇവിടെ എന്നാൽ നമ്മൾ ജപ്പാനുമായിട്ട് പുതിയ കരാർ പ്രകാരം ഒപ്പുവെച്ചു. ജപ്പാൻ 5 രൂപയുടെ സാധനം നമ്മൾ ജപ്പാന് കൊടുക്കുമ്പം, നമ്മളിൽ നിന്ന് ജപ്പാൻ 5 രൂപയുടെ സാധനം മേടിക്കുമ്പം നമ്മൾ അവരോട് 18 രൂപയുടെ സാധനം മേടിക്കുന്നത്. ആർക്കാ ലാഭം? ജപ്പാനാണ് ലാഭം. ഇപ്പൊ ഇത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച്, ഇപ്പൊ ആഭരണ രംഗത്ത് 12 ലക്ഷം തൊഴിലാളികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 12 ലക്ഷം. ഇത് ഉൽപാദന രംഗത്ത് മാന്ദ്യം ഉണ്ടാക്കും. ഡിമാൻഡ് കുറയുന്നു. അമേരിക്കയിലേക്ക് നമുക്ക് കയറ്റി അയക്കാൻ കഴിയാതെ വരുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് കുറയുമ്പോൾ ഉൽപാദനം കുറയുന്നു. ഉൽപാദനം കുറയുമ്പോൾ അതിന്റെ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വരുമാനത്തെ ബാധിക്കും. വരുമാനം വ്യക്തികളുടെ മാത്രമല്ല രാഷ്ട്രത്തെയും ബാധിക്കുന്ന ഒരു ഗതികെട്ട സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു വശമുണ്ട്. ഇതിന്റെ നേട്ടം വേറെയുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു സമ്പദ്ഘടന പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ കാര്യത്തിലേക്ക് നിർബന്ധിക്കുന്നത് കൂടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ട്രംപ് ഇന്ത്യയോട് പറയുന്നത് റഷ്യയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല. നമ്മൾ റഷ്യയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇനി റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് നമ്മളാണെന്ന് ട്രംപ് പറയുന്നത്. അല്ല, റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയാണ്. 2ാം സ്ഥാനം നമുക്കുള്ളൂ. 2ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. തന്നെയല്ല, കുറഞ്ഞ വിലക്കാണ് ക്രൂഡ് ഓയിൽ കിട്ടുന്നത്. ഇവർ തരുന്ന മാരകമായ വിലക്കല്ല. അല്ല, ഇന്ത്യയിലേക്ക് നമ്മുടെ നാട്ടിൽ പെട്രോൾ എത്തുന്നത് അല്ലെങ്കിൽ ഇന്ധനം എത്തുന്ന 3 തരത്തിലാണ്. ഒന്ന്, നാമമാത്രമായ തരത്തിൽ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പെട്രോളിയം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 3, അസർബൈജാൻ പോലുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അസംസ്കൃതമായ എണ്ണ മണ്ണിനടിയിൽ കിടപ്പുണ്ട്. ഇപ്പൊ അസർബൈജാൻ, ഒന്നും ശ്രദ്ധിച്ചാൽ മതി. അസർബൈജാനിൽ ചെന്നിട്ട് നമ്മൾ വൈകുന്നേരം മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടൊന്ന് മണ്ണ് മാന്തിയാൽ നമുക്ക് ഒരു കൈ കൊടുന്ന
അസംസ്കൃത ഓയിൽ കോരിയെടുക്കാൻ കഴിയും. അതാണ് അസർബൈജാൻ. പക്ഷെ അവിടെ ടെക്നോളജി ഇല്ല. അപ്പൊ അങ്ങനെ അസംസ്കൃത എണ്ണ മണ്ണിനടിയിൽ കിടക്കുന്ന ഇത്തരം രാജ്യങ്ങളിൽ, ടെക്നോളജി വികസിക്കാത്ത രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തെ സമ്പന്നന്മാർ, അദാനി അടക്കം അംബാനി അടക്കം അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ഏലത്തോട്ടം പാട്ടത്തിനെടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കെടുക്കുന്ന രീതിയിൽ ആ ഭൂമി ഒറ്റയ്ക്കെടുത്തിട്ട് അവിടെ എണ്ണ ഉൽപ്പാദിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലേക്ക് എണ്ണ വരുന്ന ഈ 3 തരത്തിലാണ്. ഒന്ന് ഞാൻ ഈ ഒടുവിൽ പറഞ്ഞ രീതിയിൽ, 2 ഇറക്കുമതി, 3 നമ്മുടെ സെൽഫ് പ്രൊഡക്ഷൻ. ഈ 3 തരത്തിലാണ്. അപ്പൊ ഇങ്ങനെ സെൽഫ് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഇന്ത്യ സത്യത്തിൽ വളരെ പിന്നിലാണ്. വളരെ പിന്നിലാണ്. ബോംബെ പോലുള്ള കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോംബെ ഹൈയിലൊക്കെ ഉള്ളൂ. പക്ഷെ ഇനി കണ്ടെത്താനുണ്ട് സാർ. ഇപ്പം സാറിന്റെ ഓർമ്മയിലുണ്ടാവും, കുറെ കാലം മുമ്പ് കൊച്ചി കടൽ തീരത്തൊരു ഗവേഷണം നടത്തിയിരുന്നു. തീർച്ചയായിട്ടും അവിടെ അതിന് ടെക്നോളജി ബാക്ക്വേർഡ്നെസ് കൊണ്ടാണ് നമ്മളത് മാറിയത്. പക്ഷെ സാർ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, റഷ്യയുമായുള്ള എണ്ണ കച്ചവടം, ആയുധ കച്ചവടം നിർത്തണം. 1 ട്രംപിന്റെ ഡിമാൻഡ്. 2 പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള മീഡിയേറ്റർ ആകാൻ ഇദ്ദേഹത്തെ സഹായിക്കണം. ഇവർ തമ്മിലുള്ള യുദ്ധം തീർന്നു എന്ന് വരുത്തി തീർത്തിട്ട് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യാൻ അത് വേണം. സാർ, പാകിസ്ഥാൻ ഇന്ത്യയുമായി ഉണ്ടായ ഒരു യുദ്ധത്തിൽ തീർന്നതിൽ ഇനി അദ്ദേഹം പങ്ക് വഹിച്ചെന്നിരിക്കട്ടെ, അങ്ങനെ നോബൽ സമ്മാനത്തിന് സജസ്റ്റ് ചെയ്യാൻ മാത്രം വലിയൊരു കാര്യമാണ്. അല്ല സാർ, ഇപ്പൊ അതിന് ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ആഗ്രഹത്തിന് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട് സാർ. ഇത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന വലിയ ഡിമാൻഡ്, നമ്മുടെ അപകടപ്പെടുത്തുന്ന ഡിമാൻഡ്, നമ്മുടെ കാർഷിക മാർക്കറ്റും ക്ഷീര മാർക്കറ്റും, അതായത് പാലും പാലുൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും മാർക്കറ്റ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കണം. ഈ 3 കാര്യങ്ങൾ വർഷങ്ങളായി അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടാണ്. ഈ കാര്യത്തിൽ ചർച്ച നടക്കുന്നതല്ലാതെ നമ്മൾ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ചൊടിപ്പിക്കുകയും നമ്മൾ മറ്റൊരു ചൈനയുമായി കൂടുതൽ ബന്ധമുണ്ടാക്കുകയും ജപ്പാനുമായിട്ട് കരാറിൽ ഒപ്പിടുകയും റഷ്യയുമായിട്ട് പഴയ കരാറുകൾ പുതുക്കുകയും വിപുലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മോദിയുടെ യാത്രകൾ അതിനായിരുന്നല്ലോ, അതൊക്കെ സാറിനറിയാം. പക്ഷേ അമേരിക്ക പോലുള്ള വലിയ ഇക്കോണമിയോട് മത്സരിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ടോ? സാർ, ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. അതിനെ മറികടക്കാൻ ചൈനയുമായൊരു ബന്ധം ഉണ്ടാക്കുന്നത് നമുക്ക് കഴിയില്ല. കാരണം ചൈനയ്ക്ക് ലോകം മുഴുവൻ മാർക്കറ്റാണ്. മൊട്ടുസൂചി മുതൽ സർവ്വ സാധനങ്ങളും ചൈന വിൽക്കുകയല്ലാതെ, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് ഇറക്കുന്നല്ലാതെ ചൈനയൊന്നും മേടിക്കില്ല. ചൈനയുടെ മാർക്കറ്റിൽ ഇന്ത്യ എന്തെങ്കിലും വിൽക്കാന്ന് വിചാരിച്ചില്ല. അതിന്റെ നിലവാരത്തിന്റെ കാര്യത്തിലൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. സാർ ഓർക്കുന്നുണ്ടോ? സാറിന് ഒരുപക്ഷെ ഈ സ്റ്റുഡിയോയിൽ തന്നെ കാണും, പണ്ട് ഈ ചൈനയിൽ പാണ്ടയുടെ എണ്ണം പെരുകി. ഈ പാണ്ടയെ കൊന്നുകളയാൻ അവർ തീരുമാനിച്ചപ്പോൾ പാരിസ്ഥിതിക പ്രവർത്തകർ അതിനകത്ത് ഇടപെട്ടു. അവരിടപെട്ട് കഴിഞ്ഞപ്പോൾ കുറെ പാണ്ടയെ കൊന്നു. അപ്പൊ പാണ്ടയെ കൊല്ലുന്നില്ല, പാണ്ടയുടെ ആഹാരം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പാണ്ട കഴിക്കുന്നത് ഈ മുളയാണ്, ചെറിയ മുള. ആ മുള കുറെ തീ വെച്ച് നശിപ്പിച്ചപ്പോഴാണ് ഏതോ ബുദ്ധിയുള്ളൊരു ചൈനക്കാരൻ പറഞ്ഞു, എന്ത് ചെയ്ത്, നമുക്കിത് ലക്കി ബാബു എന്ന് പേരിട്ട് ഒരു 10-15 എണ്ണം കൂട്ടിക്കെട്ടി ഒരു ടിന്നിന് അല്പം വെള്ളം കൂടി ഒഴിച്ച് ലോകം മുഴുവൻ വിൽക്കാന്ന്. അടിമാലി വരെ വിറ്റവര്. അപ്പോൾ ഒരു ലോകം മുഴുവൻ. അതാണ് ചൈനയുടെ ഒരു ബിസിനസ് തന്ത്രം. അവരുടെ ഇന്നോവേഷൻസും ഇൻവെൻഷൻസ് എല്ലാം വളരെ ഗ്രേറ്റ് ആണ്. ഇവിടെ നമുക്കൊരു കാരണവശാലും ഈ സമ്പദ്ഘടനയെ, സാമ്പത്തിക മേഖലയെ, നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർക്കറ്റായി നമുക്ക് ചൈനയെ കാണാൻ കഴിയില്ല. അതിന് വേറെ ചില വശങ്ങളുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാം, ചൈനയെ നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാനുള്ള പ്രശ്നമുണ്ട്. അത് വിശ്വസിക്കാനും പറ്റും. ചരിത്രം അങ്ങനെയാണ് നമ്മൾ ഒന്നുപെടുന്നത്. നമുക്കൊരു കാര്യം അറിയാം, ഇപ്പൊ ചൈനയുമായിട്ട് നമുക്ക് നല്ല ബന്ധമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ചൈനയ്ക്ക് എല്ലാ കാലത്തും പാകിസ്ഥാനും ശ്രീലങ്കയുമായിട്ടൊരു നല്ല ബന്ധം. 1959 അതിനകത്തൊരു നയതന്ത്രപരമായ ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ. കാരണം ഇന്ത്യയുടെ അയൽപക്കത്ത് ഉള്ള രാജ്യങ്ങളുമായിട്ട് അവർക്ക് ചില ബന്ധങ്ങൾ ആവശ്യമാണല്ലോ, ഒരു യുദ്ധമൊക്കെ ഉണ്ടായാലും. സാർ, അതിനകത്ത് പ്രശ്നം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് 59-ലാണ്. ഇപ്പൊ സാറിന്റെ ഓർമ്മയിലുണ്ട്, 59-ൽ ഈ ടിബറ്റ് എന്ന് പറയുന്ന ചൈന കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഭൂപ്രദേശമാണ്. അവിടുത്തെ ദലൈലാമമാര് ഇവരുടെ അടിമകളാണ്. അപ്പൊ 1959-ൽ ടിബറ്റിലെ ആത്മീയ ഗുരുവായ ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തു എന്നുള്ളതാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ 59-ൽ തെറ്റാനുള്ള കാരണം. അതിനെ തുടർന്നാണ് 1962 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടായത്. പാകിസ്ഥാനുമായി ഉണ്ടായത് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 65-ലാണ്. അന്ന് നമ്മള് ഇന്ത്യയില് ഈ 59 വരെ കോൺഗ്രസും ചൈനയോട് നല്ല ബന്ധമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷത്തിന് അതിലേറെ ബന്ധമായിരുന്നു. 62 കഴിഞ്ഞിട്ട് ഇടതുപക്ഷത്തിന് ചൈനയോട് വലിയ ബന്ധമാണ്. ഈ 62-ന് മുമ്പ് നമ്മുടെ മലയാളത്തിലെ ONV കുറുപ്പ് മധുര മനോഹര മനോജ്ഞ ചൈന എന്ന പേരിൽ ഒരു കവിത പോലും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ 62-ൽ ചൈനയെ ആക്രമിച്ചതിന് ശേഷം അതേ വർഷം വയലാർ അനുസ്മരണം നടത്തുമ്പോൾ, വയലാറിൽ തന്നെ അനുസ്മരണം നടത്തുമ്പോൾ, അന്ന് വയലാർ ആ യോഗത്തിൽ പ്രസംഗിച്ച് ഇതിനെ തിരുത്തി പറഞ്ഞു. അന്ന് ഈ കവിത എടുത്തിട്ട് ONV കുറുപ്പ് ഇത് തിരുത്തി എഴുതണം എന്ന്
വയലാർ ആവശ്യപ്പെട്ടു. അതിനുള്ള ധൈര്യം കാണിച്ച ആളാ കവി. കുടില കുതന്ത്ര ഭീകര ചൈന എന്നാണ് ഈ വയലാർ യുദ്ധത്തിന് ശേഷം യുദ്ധം തുടങ്ങിയതിനു ശേഷം 62 തന്നെ കുടില കുതന്ത്ര ഭീകര ചൈന. അല്ല, അങ്ങനെ പറയേണ്ടി വരുമായിരുന്നു സാർ. അത്രമാത്രം നീചമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങളായിരുന്നു ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെ അവർ നടത്തിയത്. അതിന് പുള്ളി വയലാർ പറഞ്ഞൊരു പേരുണ്ട്, എന്നാ ചീന കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം കളിയാക്കി വിളിച്ചത്. കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ചീന കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം വിളിച്ചത്. അപ്പം സ്വാഭാവികമായി ചൈനയുമായിട്ടുള്ളൊരു ബന്ധം ഒരു ശാശ്വതമായ ബന്ധമായി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ സമ്പദ്ഘടനയുടെ രംഗത്ത് എപ്പോഴും നമ്മുടെ മാർക്കറ്റിന്റെ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ നോക്കേണ്ടതുണ്ട്. സാർ നമുക്കറിയാലോ, ഒന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ബ്രിട്ടീഷ് പട്ടാളമല്ല ഇന്ത്യയെ തോൽപ്പിച്ചത്, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഗാന്ധിജി 1909 ഹിന്ദു സ്വരാജിൽ ഒരു ലേഖനം എഴുതിയതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സീതയെ തട്ടിക്കൊണ്ടുപോയത് ലങ്കയിലേക്കല്ല, ലങ്കാഷെയറിലേക്കാണെന്ന്. സാർ ഓർക്കുന്നുണ്ടോ? ആ വസ്ത്രങ്ങളൊക്കെ സുന്ദരമായി നെയ്യുന്നതിന് വേണ്ടി നികുതി ഏർപ്പെടുത്തിയിട്ടും ആ വസ്ത്രങ്ങളോട് ഇംഗ്ലീഷ് വസ്ത്രങ്ങൾക്ക് മത്സരിക്കാൻ കഴിയാതെ വന്നപ്പോൾ വിരലും മുറിച്ച് കളഞ്ഞ ചരിത്രം പോലും ഉണ്ട്. അതുണ്ട്, വലിയ സംഭവമാണ്. അതിനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രകാരൻ കൂടിയായ നമ്മുടെ ആനന്ദ് എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗോവർദ്ധന്റെ യാത്രയിൽ ഒരു അധ്യായം പോലും അത് ഇത് തന്നെയാണ്, ആ വിരലുകളില്ലാത്ത ഗ്രാമം. ആ ഗ്രാമം എന്ന് പറയുന്നത് ആ ചർക്കയിൽ നൂൽ നൂൽക്കാൻ അല്ലെ തുണി നെയ്യാൻ ഉപയോഗിക്കുന്ന വിരലുകളെല്ലാം ആ നാട്ടിലെ സ്ത്രീകളുടെയും പുരുഷന്മാരെയും ഛേദിച്ചു കളഞ്ഞിരുന്നു. അത് ബ്രിട്ടീഷുകാരുടെ ഒരു സന്ധ്യാസമയത്ത് ഗോവർദ്ധൻ വലിയ കാറ്റടിക്കുന്ന വലിയ എന്തൊക്കെയോ കൊടുങ്കാറ്റ് പോലുള്ള പ്രകൃതിക്ഷോഭം നടക്കുന്ന ആ സമയത്ത് ആ ഗ്രാമത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആളുകളെല്ലാം തലങ്ങനെയും വിലങ്ങനെയും ഓടുന്ന ഒരാളുടെ കൈക്ക് പിടിച്ച് ഗോവർദ്ധൻ ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നതെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, അയാളുടെ കയ്യിൽ 2 വിരലിലും 2 കൈകളിലും ഈ തന്തവിരലില്ലായിരുന്നു. അവിടെ നിന്നാണ് സാറ് പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു സമയം. അപ്പം ഗാന്ധിജി പറഞ്ഞത് നമ്മളെ ഈ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചത് അവരുടെ സൈനിക ബലം കൊണ്ടല്ല, അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ്. ഇവിടുന്ന് ഈ നൂലുൽപ്പന്നങ്ങൾ ചർക്കയിൽ നെയ്ത നൂല് വാങ്ങിക്കൊണ്ടുവന്ന് നൂല് വാങ്ങി ലങ്കാഷെയറിൽ കൊണ്ടുവന്നിട്ട് ആ വസ്ത്രം അവിടെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊണ്ട് കൊടുക്കായിരുന്നു. അതുകൊണ്ടാണ് സ്വരാജ് അദ്ദേഹം സ്വദേശി മൂവ്മെന്റ് ഒക്കെ ഈ വസ്ത്രങ്ങൾ, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, കൂട്ടിയിട്ട് തീ കത്തിക്കുക, മാവില കൊണ്ട് നൂലുകൊണ്ടും നമ്മൾ നെയ്ത വസ്ത്രം ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഖദർ വസ്ത്രത്തിന്റെ പിന്നിലെ ചരിത്രം പോലും ആ ബഹിഷ്കരണത്തിന്റെ ഭാഗമായി വിദൂര വീക്ഷണമായിരുന്നു അല്ലേ നമ്മുടെ ഗാന്ധിജി. അതെ. പക്ഷെ അത്തരത്തിൽ ഇപ്പോ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് സാർ, ഇതിനകത്ത് നമുക്ക് ഗുണം ചെയ്യുന്നത്. ഒന്ന്, അമേരിക്കയുടെ 200 വർഷത്തെ സ്വേച്ഛാധിപത്യത്തിന്റെ തലയ്ക്ക് ഒരു പ്രഹരം ഏൽപ്പിക്കാൻ ഈ ഒരു പുതിയ ബന്ധത്തിന് കഴിയും. ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പൊ അത് അമേരിക്കയെ പരുങ്ങലിലാക്കും. സാറേ, ഇത് ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ശക്തമാണെന്ന് സാറിന് സാമ്പത്തികമായി. അമേരിക്ക, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇവരൊക്കെ മറ്റൊരു ശാക്തിക ചേരിയായി നിൽക്കുകയും നമ്മുടെ ഏഷ്യ ഭാഗത്തുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈനയോ നമ്മുടെ ഇന്ത്യയും റഷ്യയൊക്കെ മറ്റൊരു ശാക്തിക ചേരിയായി മാറുമ്പോൾ സത്യത്തിൽ പിടിച്ചു നിൽക്കാനാവുമെന്ന് തോന്നുന്നുണ്ടോ അതിന്? നമുക്കോ അതോ അമേരിക്കയ്ക്കോ? നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും സാറേ. അതിന് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഒന്ന്, അമേരിക്കയുടെ ഒരു വെല്ലുവിളി തൽക്കാലത്തേക്ക് അങ്ങ് ശമിക്കും. ഇത് പരിഹരിക്കേണ്ടത് അമേരിക്കയുടെ കൂടി ഒരു ആവശ്യമായി. ഇന്നലെ തന്നെ ട്രംപിന്റെ ഇന്ത്യയുമായിട്ടുള്ള ജനമെതിരാകുകയാണ്. അമേരിക്കയിലെ ജനമെതിരാകുകയാണ്, കോടതി എതിരായി. ഇയാൾ കാണിക്കുന്നതെല്ലാം രാജ്യത്തിന്റെ വളർച്ചയ്ക്കല്ല തകർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലാണെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ സാമ്പത്തിക മേഖലയിലുള്ള നിലവിലുണ്ടാകുന്ന ഈ മാർക്കറ്റിലുണ്ടാകുന്നിരിക്കുന്ന ഈ അധപ്പതനം, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതി പരിശോധിക്കാനും പരിഹരിക്കാനും ഇന്ത്യ ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് മിഷൻ 2040 എന്ന പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഫലവത്തായാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും ഉൽപ്പന്നങ്ങൾക്ക് ബദൽ മാർക്കറ്റ് കണ്ടെത്തണം. സാർ, സാമ്പത്തികമായ ഒരു രംഗം സാർ ഇങ്ങനെ സൂചിപ്പിക്കുമ്പോഴും മറുഭാഗത്ത് രാഷ്ട്രീയമായ ഒരു ആശങ്ക എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. പുതിൻ എന്ന് പറയുന്ന റഷ്യൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രി, ഇവർ രണ്ടുപേരും ഒരു ജനാധിപത്യവാദികളല്ല ലോകക്രമത്തിൽ ആണല്ലോ, ഒരിക്കലുമല്ല. ഈ ഇന്ത്യ ഒരു തികഞ്ഞ ജനാധിപത്യ രാജ്യമാണ്. ആശയപരമായി സാമ്പത്തിക രംഗത്ത് നമ്മൾ സഹകരിക്കുമ്പോഴും നമ്മൾ രാഷ്ട്രീയ രംഗത്ത് ആശയപരമായി സഹകരിക്കാൻ നമുക്കാവുമോ? ഇല്ല, തീർച്ചയായിട്ടും സാറിൻ്റെ സംശയം കറക്റ്റാണത്. സാറ് പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു സന്ദേഹം കൂടി എനിക്കുണ്ട്. ഒരു കാരണവശാലും റഷ്യ ജനാധിപത്യമല്ല, ചൈന ഒട്ടുമല്ല.
ഇന്ത്യ എങ്ങനെയാണെന്ന് നമുക്കിപ്പം 100% പറയാൻ കഴിയാത്ത പരിതാപകരമായ ഒരു അവസ്ഥയെ ഒരു തേങ്ങലോട് കൂടിയേ നമുക്കത് പറയാൻ കഴിയും. ഇന്ത്യയും വ്യതിചലിക്കുന്നുണ്ടോ എന്നൊരു സന്ദേഹം നമുക്കുണ്ട്. അപ്പോൾ അല്ല, ട്രംപിന്റെ കാര്യം പറഞ്ഞ ഒരു പക്ഷേ അമേരിക്ക പോലും നീങ്ങുന്നത് എങ്ങോട്ടാണ്? അതെ, സ്വാഭാവികമുണ്ട്. ചൈന ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഗവൺമെന്റ് ആയിരുന്നില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ചൈന കമ്മ്യൂണിസം പറയുമെങ്കിലും കമ്മ്യൂണിസ്റ്റ് അതൊരു ക്യാപിറ്റലിസ്റ്റ് നേഷനാണ്. ഒരു മുതലാളിത്ത സ്വഭാവം നന്നായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ആളിനെ ഞാൻ ഓർക്കുന്നില്ല, ഇന്ത്യയിൽ ഒരു പ്രഗത്ഭനായ ഒരാൾ പറഞ്ഞത് ചൈന റൺസ് ബൈ എഞ്ചിനീയേഴ്സ്, അമേരിക്ക റൺസ് ബൈ ലോയേഴ്സ്, ഇന്ത്യ റൺസ് ബൈ പൊളിറ്റീഷ്യൻസ്. The unluck is the majority of the Indian politicians are not well educated. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇൻസൈറ്റ് കുറയുന്നു, പ്രശ്നമുണ്ടാവും പറയുന്നത്. ചൈനയിൽ സാർ ഒരു കാര്യം നോക്കേണ്ടത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യം. അതാണ് അത്ഭുതകരമാണ്. ഈ എഞ്ചിനീയറിംഗ് സിസ്റ്റം വലുതാണ്. അവരുടെ കടൽപ്പാലം സാറ് ശ്രദ്ധിച്ചോ? അതെ, അവരുടെ വലിയ പുഴകളിലെ പാലം ശ്രദ്ധിച്ചോ? കടലിലൂടെയൊക്കെ എത്ര കിലോമീറ്ററാണ് അവര് പാതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാർ അവിടെ പ്രതിപക്ഷമില്ല, കടലിനടിയിലൂടെ. അതെ, അവിടെ പ്രതിപക്ഷമില്ല. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ പ്രതിപക്ഷത്തിനെ ബോധ്യപ്പെടുത്തണം, ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തണം, ജനത്തിനെ കൺവിൻസ് ചെയ്യണം. പക്ഷേ പ്രതിപക്ഷം ഇല്ല എന്നുള്ളൊരു മെറിറ്റായിട്ട് നമുക്ക് പറയാം. അത് മെറിറ്റായിട്ടല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവുമായി ചൈനീസ് ഭരണകൂടം എടുക്കുന്ന ഏതു കാര്യവും ഫുൾഫിൽ ചെയ്യപ്പെടും, നടപ്പിലാക്കപ്പെടും. അത് തീർച്ചയായിട്ടും. അത് ഏത് സമഗ്രാധിപത്യ രാജ്യത്തും ഏത് ഏകാധിപത്യ രാജ്യത്തും. അത് ഹിറ്റ്ലർക്ക് കഴിഞ്ഞു, അത് മുസോളിനിക്ക് കഴിഞ്ഞല്ലോ. പക്ഷെ അപ്പോഴും ഈ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു പ്രശ്നമാണല്ലോ. അല്ല സാറേ, ബെയ്ജിങ്ങിൽ തടിച്ചുകൂടിയ 19,000 കുട്ടികളുടെ ജീവൻ പോയത് ജനാധിപത്യം ഉള്ളത് കൊണ്ടാണോ? ഈ സ്വഭാവം ചൈനീസ് ഗവൺമെന്റിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് അന്ന് അവിടെ 19,000 വരെ കുട്ടികളെ വെടിവെച്ച് കൊന്നത്. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതൊന്നും ആരും ചോദിക്കപ്പെടുന്നില്ല. ഇപ്പൊ ചൈന പണ്ടെടുത്തൊരു ഭരണപരിഷ്കാരമുണ്ട്. 2 കുട്ടികളുള്ളവർക്ക്, ഒരു കുട്ടിയല്ലാതെ ഒന്നിൽ കൂടുതൽ കുട്ടികൾ രാജ്യത്തുണ്ടെങ്കിൽ, ഇപ്പൊ അവർ ജനസംഖ്യ 2ാമതും ഇന്ത്യ 1ാമതും എത്തിയല്ലോ, ഒരു കുടുംബത്തെ 1-ലേറെ കുട്ടികളുണ്ടെങ്കിൽ, 2ാമതൊരു കുട്ടിയുണ്ടെങ്കിൽ റേഷൻ കാർഡ് ഉൾപ്പെടെ, ഗവൺമെന്റ് ഫ്രീ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ, മെഡിക്കൽ എയ്ഡ് ഉൾപ്പെടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ളതെല്ലാം സ്റ്റോപ്പ് ചെയ്യും. ഒരു കുട്ടിയുള്ളവർക്ക് മാത്രം. അങ്ങനെ ചെയ്തിരുന്നവരെ വീണ്ടും അത് പുനഃസ്ഥാപിച്ചു. ഈ അടുത്ത കാലത്ത് വീണ്ടും അതിന്റെ ആപത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അവരെക്കാൾ ജനസംഖ്യ മുന്നിലായ രാജ്യം ഇന്ത്യയായി മാറുന്നത്. മോദിയോട്, അദ്ദേഹത്തിന്റെ പാർട്ടിയോടും അദ്ദേഹത്തിന്റെ ഭരണക്രമത്തോടും ഒക്കെ വളരെ വിയോജിപ്പുള്ള ഒരു പാർട്ടി അംഗം കൂടിയാണ് അങ്ങ്. തീർച്ചയായിട്ടും. പക്ഷേ മോദിയുടെ ഈ അമേരിക്ക സ്വീകരിച്ച തീരുവ യുദ്ധത്തിനെതിരെയുള്ള ഈ നീക്കം പൂർണ്ണമായിട്ട് അങ്ങ് അംഗീകരിക്കും? ഇല്ല, ഞാൻ അത് അങ്ങനെ അംഗീകരിക്കുന്നില്ല. കാരണം ഒന്ന്, അമേരിക്ക ചെയ്ത തെറ്റാണ്. പക്ഷെ എനിക്കിതിനകത്ത് ഞാൻ ഏറ്റവും ഒരു സന്തോഷത്തോടെ കണ്ട ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ്റെ പ്രവർത്തകൻ നൽകി ഞാൻ കണ്ടത്, ഈ ചൈനീസ് പ്രധാനമന്ത്രിയും പ്രസിഡന്റും അവിടുത്തെ വലിയ മനുഷ്യരെല്ലാം തന്നെ സഞ്ചരിക്കുന്ന അവരുടേതായ ഒരു ഹോങ്ജി കാർ എന്ന് പറഞ്ഞൊരു കാറുണ്ട്. ഹോങ്ജി കാർ എന്നാണ്, ചൈനീസ് പ്രോഡക്റ്റ് ആണത്. ആ കാറ് അത് ഏത് നിർമ്മിച്ചാലും, ഗവൺമെന്റ് നിർമ്മിച്ചാലും അതിലൊരു ചെങ്കൊടി ഉണ്ടാവും. മോദി ചൈനയിൽ ചെന്നപ്പോൾ ആ ചെങ്കൊടി വെച്ച കാറിലാണ് അവർ സ്വീകരിച്ച് കൊണ്ടുപോയത്. മോഡിയുടെ മനോഭാവം അപ്പോൾ എന്തായിരുന്നു നമുക്കറിയില്ല. ഈ ഒരു ചെങ്കൊടിയോടും ആ ചെങ്കൊടി പ്രസ്ഥാനത്തിനോടും മോദി എടുക്കുന്ന ഒരു സമീപനം ഈ രാജ്യത്ത് വ്യത്യസ്തമാണ്. പുറത്തു ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച്. ചേര തിന്നുന്ന നാട്ടിൽ, ചൈനയ്ക്ക് പറയുമ്പോൾ അത് പ്രത്യേകം പ്രസ്താവ്യമാണ്, ഒരു പാമ്പിനെ കഴിക്കുന്നവരാണല്ലോ. ചേര തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ നടുമുറി തിന്നണമെന്ന് മോദിക്ക് അല്ല, ഒരു പക്ഷേ ഞങ്ങളുടെ നാട്ടിലും കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്നും ആ കമ്മ്യൂണിസ്റ്റുകാരോട് ചേർന്നാണ് ഞങ്ങളുടെ നാട്ടിലെ വികസനം സാധ്യമാകുന്നത്, ഒരു പക്ഷേ അതിന് ഉദാഹരണം കേരളമാണെന്നൊക്കെ അദ്ദേഹം എവിടെയെങ്കിലും പ്രസംഗിക്കുമായിരുന്നു. 1962 നെഹ്റു ഇന്ത്യ ഭരിക്കുമ്പോഴുള്ള ഇന്ത്യ ചൈന യുദ്ധവും 2020 ഗാൽവൻ യുദ്ധവും ഒക്കെ ആ സമയത്ത് മോദി മറന്നിരിക്കുമോ? തീർച്ചയായും. മറവി ഒരു രോഗമല്ല സാർ, അതൊരു സൗകര്യമാണ്. തീർച്ചയായിട്ടും അതൊരു സൗകര്യമാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് അത് അങ്ങനെയായിരിക്കും. ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ തീരുവ അതേ ശതമാനത്തിൽ തന്നെ ബ്രസീലിന് ഏർപ്പെടുത്തില്ലോ സാർ. ഒരു പാവൻ രാജ്യം എന്ന് വേണ്ടി നമ്മൾ ബ്രസീലിനെ സ്നേഹിക്കുന്നത്, പാവൻ രാജ്യം നാം പറയുന്നത് എന്തുകൊണ്ടാവും? ഫുട്ബോളിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഫുട്ബോളിന്റെ രാജാക്കന്മാരാണല്ലോ. ആ രാജ്യത്തോട് എന്താണ് ട്രംപിന് ഇത്ര കലശലായ ദേഷ്യം? വലിപ്പം കൊണ്ടും ഒരു സമ്പത്ത് കൊണ്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഒരു നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു ശക്തിയല്ല ബ്രസീലിൻ്റെ മാർക്കറ്റും വലുതാണ്. അപ്പോൾ ബ്രസീലിൻ്റെ കഴിഞ്ഞ കാലത്ത് ഉള്ള ഒരു നയവ്യതിയാനം ഈ ട്രംപിന്റെ എല്ലാ പൊങ്ങച്ചങ്ങൾക്ക് വടിയിൽ ഒപ്പിടാൻ ബ്രസീൽ സമീപകാലത്ത് തയ്യാറാവുന്നില്ല. കയ്യിൽ കയ്യാമം വെച്ച ആളുകളെ കൊണ്ടു ചെന്നപ്പോൾ തന്നെ ബ്രസീൽ പറഞ്ഞു ആ വിമാനം ഇറക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ചില രാജ്യങ്ങൾ, കേരളത്തെക്കാളും ചെറിയ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. അപ്പം ബ്രസീല് ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, നിങ്ങൾക്ക് അവരെ അപമാനിക്കാനുള്ള അവകാശം ഇല്ല എന്ന് ബ്രസീൽ പറഞ്ഞു.
നമുക്കത് പറയാൻ കഴിഞ്ഞില്ല. അതെന്തോ അത് വേറെ പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ, ഞാൻ മുമ്പ് പറഞ്ഞ സാറാണ് ശരി, എല്ലാ കാര്യങ്ങളും എല്ലാ താല്പര്യങ്ങൾക്കും അടിയിൽ ഒപ്പുവെക്കാൻ ബ്രസീൽ തയ്യാറാകുന്നില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യക്ക് ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇപ്പോഴത് വ്യതിചലിക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ ലോക പോലീസ് പദവി മെല്ലെ മെല്ലെ ആ തൊപ്പി എടുക്കേണ്ടി വരും എന്നല്ല. അത് ഒരു ലോകത്തിന്റെ ഒരു ചരിത്രമാണ് സാർ. ഇപ്പം നമ്മുടെയൊക്കെ ഒരു പഠന കാലയളവിൽ, നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ, ഒരു സാമ്രാജ്യ ശക്തി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പ്രബലമായ നേഷൻ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഗ്രീസിന് ശേഷം റോമ സാമ്രാജ്യം, പിന്നീട് നൂറ്റാണ്ടുകളോളം ബ്രിട്ടൻ, പിന്നീടാണ് കഴിഞ്ഞ 200 വർഷത്തിലേറെ അമേരിക്കയിലേക്ക് വരുന്നത്. ഇതെല്ലാ കാലവും ഈ ലാത്തിയും തോക്കും ലോകത്തിന്റെ അധികാരമൊന്നും ഒരു രാജ്യത്തിന്റെ കുത്തകയല്ല, അമേരിക്കയിൽ നിന്ന് നഷ്ടപ്പെടും. താടിയുള്ള പിന്നെ പേടിയുണ്ടല്ലോ സാർ. ചൈനയ്ക്കെതിരെ ഈ പറയുന്ന ഒരു കളിയും വെക്കുന്നില്ലല്ലോ ട്രംപ്. അതിന് 2 കാരണങ്ങളുണ്ട് സാറേ. ഒന്ന്, ചൈന പൂർണ്ണമായും വെളിപ്പെടാത്ത ഒരു ശക്തിയാണ്. ചൈനയ്ക്ക് എന്തെല്ലാം കഴിയും. ചൈനയും ഇന്ത്യയും തമ്മിൽ 1963 യുദ്ധം തുടങ്ങുമ്പോൾ നെഹ്റു പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ എൻ്റെ സൈനികരോട് പറഞ്ഞു അവരെ തോൽപ്പിച്ചിട്ട് വരൂ എന്ന്. പക്ഷേ തോറ്റോടുകയാണ് ചെയ്തത്. അന്നും ചൈനയുടെ ശക്തി ഇന്ത്യക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. ഇന്നും ലോകത്തിലെ ഒരു രാജ്യത്തിനും ചൈനയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം വലിയ സാങ്കേതിക വിദ്യയുടെ വമ്പൻ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ച് അത് രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈനയെ അങ്ങനെ ആർക്കും ആക്രമിച്ച് കീഴടക്കാനോ അങ്ങനെ അവരൊരു പ്രവചന സ്വഭാവത്തോടുകൂടി അവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. ഈ ഒരു ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. ചൈനയ്ക്ക് എന്തെല്ലാം കഴിയുമെന്ന് അമേരിക്കയ്ക്ക് അറിയില്ല. ഇപ്പം ഇന്ത്യയിൽ രാജീവ് ഗാന്ധി മരിച്ചപ്പം കേരളീയരെക്കാൾ കൂടുതൽ ആദ്യം പറഞ്ഞത്, ഇന്ത്യക്കാരെക്കാളും മുമ്പ് പറഞ്ഞത് അമേരിക്കക്കാരാണ്. അവർക്ക് അങ്ങനെയുള്ള സ്പൈ നെറ്റ്വർക്ക് ഉണ്ട്. പക്ഷെ ചൈനയിൽ ഇത് വിലപ്പോവില്ല. ചൈനയിൽ ഒരിക്കലും വിലപ്പോവില്ല. സാർ ഒരു കാര്യം, ഞാൻ ഉപഗ്രഹങ്ങൾ അങ്ങോട്ട് തിരിച്ചു വെക്കൽ എളുപ്പമല്ല. മറ്റൊരു കാര്യം പറയാം, ഈ പോൺ ചാനലുകളെല്ലാം മിക്കവാറും ചൈനയിൽ നിരോധിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനറേഷന്റെ ഒരു ബെറ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഇന്ത്യയിൽ നടക്കുമോ? അപ്പൊ അവർക്ക് അതിനൊരു ഇച്ഛാശക്തിയുണ്ട്. അല്ല, അതെന്ന് പറയുന്നത് ഇവിടുത്തെ സ്വാതന്ത്ര്യബോധവും അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കൺസെപ്റ്റും രണ്ടാണല്ലോ സാർ. രണ്ടാണ്. പ്രജകളുടെ അല്ലെങ്കിൽ സാധാരണ ആളുകളുടെ ഒരു പൗരന്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. വലിയ വ്യത്യാസം. അവിടെ സാറ് പറഞ്ഞതുപോലെ ജനങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് അവനവനാണ്. സാർ, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള കഴിഞ്ഞ യുദ്ധം, പഹൽഗാം സംഭവത്തിന് ശേഷം നടന്ന യുദ്ധം എന്നതിനെ വിളിക്കാൻ മാത്രം നമ്മൾ ഉയർന്നില്ല. എന്നാൽ പോലും നമ്മൾ പ്രത്യാക്രമണം നടത്തുകയും കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. ആ കാര്യത്തിൽ ഒരു വട്ടമല്ല, എത്രയോ വട്ടമാണ് ഈ ട്രംപ് ഇടപെട്ട് സംസാരിക്കുന്നത്. അദ്ദേഹമാണ് യുദ്ധം നിർത്തിച്ചതെന്ന്. സാർ, അത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ തെറ്റാനുള്ള കാരണങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. ഈ യുദ്ധം അവസാനിച്ച ഉടനെ നമ്മളൊരു യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. ഗതികെട്ട ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾ ഭർത്താക്കന്മാരോടൊത്ത് ഒരു ടൂറ് പോയ സമയത്ത് ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ മുമ്പിൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് ഇന്ത്യ ആക്രമിച്ചു, പ്രത്യാക്രമണം നടത്തി. ഇത്ര പേരെ കൊന്നതിനും ആക്രമിച്ചതിനൊന്നും വ്യക്തമായ രേഖകളും തെളിവുകളും ഗവൺമെന്റിൻ്റെതല്ലാതെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടൊന്നും പബ്ലിക്കിന്റെ മുമ്പിലില്ല. അത് എന്തുമാവട്ടെ, പക്ഷെ ആ വിഷയത്തിൽ വളരെ പെട്ടെന്ന്, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പെട്ടെന്ന് യുദ്ധം അവസാനിച്ചു. അതിന്റെ പിന്നിൽ ട്രംപ് ആണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. കുറേ കാലം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് എതിർത്തും പറഞ്ഞില്ല, ആണെന്നും അല്ലെന്നും പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ അത് പ്രതിപക്ഷ നേതാവിനെ നിരന്തരമായ ചോദ്യം ചെയ്യലിനെ തുടർന്ന് അദ്ദേഹം അത് തള്ളി പറയുകയും ചെയ്തു. അതിനുശേഷമാണ് സാർ ഒരു സംഭവം കൊണ്ടുണ്ടായത്. നമ്മുടെ പക്ഷത്താണ്, നമ്മൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ നമ്മുടെ പക്ഷത്തല്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് ആ പാകിസ്ഥാന്റെ കരസേനാ മേധാവിയെ വൈറ്റ് ഹൗസിലേക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ച് അതിലേക്ക് അയാൾ സ്വീകരിച്ചു. അവിടെ എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ അദ്ദേഹത്തെ ഈ നോബൽ പ്രൈസിന് വേണ്ടി ശുപാർശ ചെയ്തു. ഇതൊരു വലിയ സംഭവമായി പോയി. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ട്രംപ് ഊണിലും ഉറക്കത്തിലും സ്വപ്നം കണ്ട് ഞെട്ടിക്കൊണ്ടിരുന്നത് നോബൽ സമ്മാനമാണ്. അതാണ് അതുകൂടി കിട്ടിയാലേ പുള്ളിയുടെ ജീവിതം സഫലമാവും, പൂർത്തീകരിക്കും എന്നുള്ളത്. ഗാന്ധിജിയെ പോലെ ഒരു മഹാനുഭാവന് കിട്ടാതെ പോയ ആ സമ്മാനം, സമാധാനത്തിന്റെ സമ്മാനം ട്രംപിന് കിട്ടുന്നത് സാറൊന്ന് സങ്കല്പിച്ച് നോക്കി. സാർ, സ്വീഡിഷ് അക്കാഡമിക്ക് അവരുടെ ഈ പ്രവർത്തനത്തിൽ എക്കാലത്തെയും വലിയ കുറ്റബോധം ഗാന്ധിജിക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതിൻ്റെ പിറ്റേ വർഷം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആർക്കും കൊടുക്കേണ്ടെന്ന് സ്വീഡിഷ് അക്കാഡമി തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ കൊടുക്കാത്ത നോബൽ സമ്മാനം ഗാന്ധിജിക്കുള്ളതാണെന്ന് അതിൻ്റെ അർത്ഥം. അല്ല, ഈ സമ്മാനം മരണശേഷം കൊടുക്കാവുന്നതായിരുന്നല്ലോ സാർ, വേണമെങ്കിൽ. ഇല്ല, കൊടുത്തില്ല. ആർക്കും പിറ്റേ വർഷം കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ കൊടുത്താൽ പക്ഷേ സാറിന് സംശയം ശരിയായിരിക്കും. മരണാനന്തരം പോസ്റ്റ്മസിൽ എന്ന് പറഞ്ഞാൽ മരണാനന്തരമായിട്ട് കൊടുക്കാന്നുള്ള ആ അവസരം കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടി ആയിരിക്കും. അങ്ങനെയും ആകാം.
ജപ്പാൻ്റെ ഒരു വളർച്ച ഭയങ്കരമാണല്ലോ സാർ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണ ആഗസ്റ്റ് 6, 9 സാറിനറിയാം. ആ ഓർമ്മ പോലും നടുക്കുന്നതാണ്, ഭയാനകമാണ്. നമ്മളിന്ന് ആളുകൾ പക്ഷെ അതിൽ തുടർന്ന് ഈ പ്രകൃതിക്ഷോഭങ്ങളെയും മറ്റ് ആറ്റം ബോംബിനെയും ഒക്കെ അതിജീവിച്ച് ജപ്പാൻ ഇന്നൊരു വൻ ശക്തിയായി വളർന്നു. ജപ്പാനുമായിട്ടുള്ള നമ്മുടെ നയതന്ത്ര ബന്ധം, ഒപ്പം തന്നെ സാമ്പത്തിക ബന്ധം എങ്ങനെയായിരിക്കും? സർ, ഈ ജപ്പാനുമായിട്ടുള്ള ബന്ധം, ജപ്പാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അവർ 5 രൂപയുടെ സാധനം നമ്മളോട് മേടിക്കുമ്പോൾ 18 രൂപയുടെ സാധനം അവരിവിടെ കൊണ്ടു തരികയാണ്. അപ്പോൾ 13 രൂപയുടെ നഷ്ടക്കച്ചവടമാണ് ജപ്പാനും നമ്മളുമായിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഒരു സമ്പദ്ഘടനയിലേക്ക് വരുന്നത്. പക്ഷേ ജപ്പാൻ ഒരു ചെറിയ രാജ്യമാണല്ലോ, അവരുടെ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ വളരെ ഹൈ ആണ്. ഇപ്പം ലോകത്തിൽ വിറ്റഴിക്കപ്പെടുന്ന പല നല്ല ഉൽപ്പന്നങ്ങളും ജപ്പാൻ്റേതാണ്. ഇപ്പം സാർ ഇനി എപ്പോഴെങ്കിലും നോക്ക്, ജപ്പാനിൽ നമ്മുടെ നാട്ടിലൊക്കെ ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ ഈ ട്രെയിനിൻ്റെ പാളത്തിൻ്റെയും ഈ ട്രാക്കിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ആളുകൾ വീണ് പോകുന്നുണ്ട്, മരിക്കുന്നുണ്ട്. പക്ഷേ ജപ്പാനിൽ ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ ഈ പാളം അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം അങ്ങോട്ട് നീങ്ങി ചെല്ലുകയാണ്. ആ ട്രെയിനും പ്ലാറ്റ്ഫോമും തമ്മിൽ ഒരു ഗ്യാപ്പില്ല. ഒരു കാരണവശാലും കണ്ണടച്ച് ഏത് മനുഷ്യനും ഇറങ്ങാവുന്ന തരത്തിൽ. ഞാൻ പറഞ്ഞൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. എല്ലാ രംഗത്തും ജപ്പാന്റെ വികസനം, പുരോഗതി വളരെ വലുതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ആളുകൾ ജപ്പാൻ വംശജരാണ്. ഏറ്റവും കൂടുതൽ കഠിനാധ്വാനികൾ ജപ്പാൻ വംശജരാണ്. നമ്മൾ വിദേശത്ത് പോയിട്ട് ഒരു 50,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്, 2 ബാഗുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ 2 ബാഗും വേറെ ഒരാളെ കൊണ്ട് ചുമപ്പിച്ച് കാശ് കൊടുക്കും. അവരങ്ങനല്ല. അവർ എപ്പോഴും അവരുടെ ജോലി മുഴുവൻ മറ്റാരെയും. എത്രയോ വലിയ കൾച്ചറാണ് സാർ, ടെക്നിക്കലായിട്ടും ടെക്നോളജിക്കലായിട്ടും എത്രയോ ഉയരത്തിലാണ് സാർ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതിനകത്ത് കുട്ടിക്കാലത്ത് കേട്ടൊരു കാര്യമാണ്, അവിടുത്തെ സമരത്തിന് ഒരു പുതിയ മുഖമുണ്ട്. ചെരുപ്പ് നിർമ്മിക്കുന്ന കമ്പനിയിൽ ഒരു ദിവസം സമരം നടന്നാൽ 8 മുതൽ 5 മണി വരെ, 4 മണി വരെയാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ് എങ്കിൽ, ആ സമരം നടന്ന ദിവസം 8 മുതൽ 5 വരെ തൊഴിലാളികൾ പണിയെടുക്കും, ചെരുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ 4 മുതൽ 5 വരെയുള്ള അഡീഷണൽ ടൈം അവർ ഒരു കാലിൽ ചെരുപ്പേ ഉണ്ടാക്കുകയുള്ളൂ. കാരണം പിറ്റേന്ന് മുതലാളിക്ക് ഇത് വിൽക്കാൻ അവർ സമ്മതിക്കുകയില്ല. അവർക്ക് സമരം ഒത്തുതീർത്ത് പിറ്റേന്ന് 1 മണിക്കൂറൂടെ അഡീഷണൽ സമയമെടുത്ത് വലത് കാലിലെ ചെരുപ്പൂടെ ഉണ്ടാക്കിയിട്ട് ആ കൂലിയും കൂടെ ഇവർക്ക് കിട്ടിയതിന് ശേഷം വിൽക്കാൻ കഴിയും. തീർച്ചയായിട്ടും അത് വളരെ വൈറലായ ഒരു സംഭവമായിട്ടോ അല്ലെങ്കിൽ സമര രീതിയായിട്ടൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ ധാരാളമായി കേട്ടിട്ടുണ്ട്. നമുക്ക് ഈ ക്ലാസ്സുകളിലൊക്കെ പറയാൻ പറ്റുന്ന വളരെ പ്രത്യേകിച്ച് മോട്ടിവേറ്റഡ് ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അതിലൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ സാറേ, അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ വീണ്ടും പറഞ്ഞു വരുന്നത് ഈ അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ ഈ തീരുവ യുദ്ധം ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് ചെറിയ ഏറ്റുമുട്ടലിന് ശമനം വന്നിട്ടുണ്ട്. അതായത് ട്രംപ് അയഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അമേരിക്കൻ ശൈലിയിലേക്ക് പഴയതുപോലെ പിന്തിരിയുമോ? അതിന് ഉടനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ശ്രമം നഷ്ടപ്പെട്ട വിപണി തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു വിപണിയല്ലേ, മാർക്കറ്റല്ലേ ഇന്ത്യ? അതെ, അല്ല, അമേരിക്കയ്ക്ക് നഷ്ടക്കച്ചവടം സാർ. ഞാൻ പറഞ്ഞല്ലോ, $2,000 ബില്യൺ സാധനം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ ഇങ്ങോട്ട് തരുന്ന $60 ബില്യൺ ഉള്ളൂ. $140 ബില്യൺ നമുക്ക് ഓരോ വർഷവും ലാഭമാണ്. അതുകൊണ്ട് തന്നെ നമുക്കാണ് ആ വിപണി തിരിച്ചു പിടിക്കേണ്ടത്. നമ്മളിപ്പോൾ അമേരിക്ക കഴിഞ്ഞാൽ ആ വിപണി തിരിച്ചു പിടിക്കുകയും ഇവരുടെ എല്ലാ ഇംഗിതങ്ങൾക്കും നമ്മൾ വശപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയല്ല, ഓൾറെഡി നമ്മൾ ചൈനയും റഷ്യയുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു, ഒരു കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് അവരെ പിണക്കി അവരെ ശത്രുത സമ്പാദിക്കാൻ നമുക്ക് കഴിയില്ല. അവസാനമായി അരുണാചൽ പ്രദേശ് പോലുള്ള നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ ഇന്നും ചൈനയുടെ ഒരു കുറുക്കൻ കണ്ണ് അതിനകത്തുണ്ട്, വല്ലാതുണ്ട്. ഈ ചൈനയെ നമുക്ക് ഈ രംഗത്തൊക്കെ വിശ്വസിക്കാമെങ്കിലും അതിർത്തി സംരക്ഷണ കാര്യത്തിൽ വിശ്വസിക്കാനാവുമോ? ഒരിക്കലുമില്ല സാർ. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ചൈന അംഗീകരിച്ചിട്ടേ ഇല്ല. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലൊന്നാണ് അരുണാചൽ പ്രദേശ് എന്നുള്ള ചൈന നിലവിൽ നമ്മൾ ഈ വർത്തമാനം പറയുന്നതോടെ വരെ ചൈന അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയുടെ മാപ്പിൽ അവർ അത് ഒഴിവാക്കിക്കൊണ്ടാണ് അവർ മാപ്പ് ഉണ്ടാക്കുന്നത്. അരുണാചൽ പ്രദേശ് ചൈനയുടേതാണ്. അതിനെ സംബന്ധിച്ച് നമ്മുടെ കവി വയലാറിന്റെ നിഗമനം തന്നെ ശരി, കുടില കുതന്ത്ര ഭയങ്കര ചൈന എന്ന് പറഞ്ഞ രീതിയിൽ ഇതിനകത്ത് നമുക്ക് ഈ അമേരിക്കയുടെ സ്വേച്ഛാധിപത്യത്തിനെ ഒന്ന് തണുപ്പിക്കാൻ, അല്ലെങ്കിൽ മയപ്പെടുത്താൻ, അതിനെ ഇല്ലാതാക്കാൻ, പിന്നെ അതിർത്തിയിൽ സൈനികരെ വിന്യസിക്കുന്നതും അതിർത്തിയിലെ യുദ്ധമൊക്കെ ഇനിയിപ്പം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുമല്ലോ. അതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന അത്ര ഒരു ശത്രുവായി ചൈനയെ നമ്മൾ കാണേണ്ടതില്ല. അതൊന്നും മയപ്പെടും. പക്ഷേ അമേരിക്കയുമായുള്ള കച്ചവടം നമ്മുടെ സമ്പദ്ഘടനയെ ആ നഷ്ടപ്പെടൽ ബാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 1962 ചൈന യുദ്ധം കഴിഞ്ഞിട്ടാണ് നെഹ്റു പെട്ടെന്ന് രോഗിയായി തീർന്നതെന്നും അദ്ദേഹത്തിൻ്റെ 64 മരണം സത്യത്തിൽ കാരണമായി തീർന്നത് ഇന്ത്യ ചൈന യുദ്ധമാണെന്നൊക്കെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്.
കുറേ ശരിയുണ്ടാവും അതിനകത്ത്. കാരണം അദ്ദേഹത്തെ വല്ലാതെ മതിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലെടുത്തുകൊണ്ട് വേണം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കാണാം. ചൈനയുമായിട്ട്. സാർ, നെഹ്റുവിന് ചൈന ബ്രൂട്ടസ് ആയിരുന്നു. ആയിരുന്നു. ആദ്യത്തെ ബ്രൂട്ടസ് ഉണ്ടാവുന്നത് ഈ കുത്തുന്നോടം വരെ 1962 വരെ നെഹ്റുവിന് മനസ്സിലായില്ല. പിന്നിൽ നിന്ന് കുത്തുന്ന ബ്രൂട്ടസ് ആണ് ചൈന എന്ന് നെഹ്റുവിന് മനസ്സിലായില്ല. അതേ ഉള്ളൂ അവിടെ വിഷയം. കുത്തി കഴിഞ്ഞപ്പോഴാണ് ബ്രൂട്ടസ് യൂട്യൂബ് എന്ന് നെഹ്റു ചോദിച്ചതും നെഹ്റുവിന്റെ ആരോഗ്യം ക്ഷയിച്ചതും മരണത്തിലേക്ക് പോയി. ഓക്കെ, വളരെ നന്ദിയുണ്ട് സാർ. സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് വളരെ കൂലങ്കഷമായി, അഗാധമായി, ആഴത്തിൽ അങ്ങ് വിഷയവുമായി സംവദിച്ചു, മീഡിയാനിലെത്തി ചർച്ച ചെയ്തു. ഏറെ നന്ദി. ലോകക്രമം ആകെ മാറി മറിയുകയാണ്. പുതിയ ശാക്തിക ചേരികൾ ഉടലെടുക്കുകയാണ്. ഇന്ത്യയുടെ ഈ പോക്ക് ഗുണകരമായി ഭവിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രത്യാശ. ചൈനയും റഷ്യയും ഇന്ത്യയും ഒത്തുചേർന്നാൽ, ലോകത്ത് ജപ്പാനും കൂടെ കൂടിയാൽ ഒരുപക്ഷെ വലിയ ശാക്തിക ചേരിയായി നിലനിൽക്കാൻ കഴിഞ്ഞേക്കും, സമ്പത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും വരട്ടെ, നമുക്ക് എല്ലാം ശുഭ സൂചകമായി ചിന്തിക്കാം. നന്ദി, നമസ്കാരം.